അല്ലമീൻ കൂടി ചേരുന്നുണ്ട്. അല്ലമീൻ, സ്ഥാനാർത്ഥി നിർണയം പാളിയില്ല എന്ന് പറയുന്നു. വോട്ട് ശതമാനം കുറയ്ക്കാനായി LDF-ന്റേത് എന്നതുൾപ്പെടെയുള്ള ആത്മവിശ്വാസമുണ്ട്. പക്ഷേ എന്താണ് ചേലക്കരയിൽ സംഭവിച്ചത്? കാരണം എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുന്ന ഒരു സംവിധാനത്തെയാണ് അവിടെ കണ്ടുകൊണ്ടിരുന്നത്. അത്ര വർക്ക് നടത്തി എന്ന് തന്നെയാണ് അവകാശവാദവും കോൺഗ്രസിന്റെ. അപ്പോൾ എന്താണ് സംഭവിച്ചത് എന്നത് സംബന്ധിച്ച് പാർട്ടിയുടെ ഒരു വിലയിരുത്തൽ എന്താണ്? വിരുദ്ധ ചേലക്കരയിൽ പ്രവർത്തിക്കാവുന്നതിന്റെ പരമാവധി കോൺഗ്രസ് നേതൃത്വം UDF നേതൃത്വം പ്രവർത്തിച്ചു എന്നുള്ളത് തന്നെയാണ് നേതാക്കളുടെ ഒരു വിലയിരുത്തൽ. കാരണം CPM-ന്റെ ഒരു ഉറച്ച കോട്ടയിൽ ഏതൊക്കെ തരത്തിൽ മണ്ഡലം പിടിക്കാൻ ഉതകുന്ന മുന്നൊരുക്കങ്ങൾ നടത്താകുമോ അതെല്ലാം അവർ നടത്തിയിട്ടുണ്ട്. ഏതാണ്ട് 3 മാസം മുന്നേ, തെരഞ്ഞെടുപ്പിന് 3 മാസം മുന്നേ തന്നെ 2 നേതാക്കൾക്ക് അവിടെ ചുമതല നൽകി താഴെത്തട്ടിലുള്ള ആഭ്യന്തര പ്രശ്നങ്ങൾ, പാർട്ടിയിലെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു തീർത്ത് ആ അർത്ഥത്തിൽ അവിടെ സന്നാഹങ്ങളുമായി നേതൃത്വം തമ്പടിച്ചിരുന്നു. എന്ന് മാത്രമല്ല KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും നേരിട്ട് തന്നെ മേൽനോട്ടം വഹിക്കുകയും ചെയ്തൊരു പ്രവർത്തനങ്ങൾക്ക് അവിടെ ഏതെങ്കിലും തരത്തിൽ ഒരു വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്ന് നേതൃത്വം കാണുന്നില്ല. കാരണം രമ്യ ഹരിദാസ് അല്ല സ്ഥാനാർത്ഥിയെങ്കിൽ മറ്റാര് എന്ന ചോദ്യത്തിന് അവിടെ പരിചിതമായ ഒരാളെ അവതരിപ്പിക്കുന്നതിന് നേതൃത്വത്തിന്റെ പക്കൽ പേരുകൾ ഉണ്ടായിരുന്നില്ല. തെരഞ്ഞെടുപ്പ് സമയത്ത് പുതിയ ഒരാളെ അവതരിപ്പിച്ച് അവിടെ പരിചയപ്പെടുത്തി, അവരെ ആളുകൾക്ക് പരിചയപ്പെടുത്തി ആ തരത്തിലേക്ക് പോകുമ്പോൾ അതൊരു പക്ഷേ ഉദ്ദേശിച്ച ഫലം ലഭിക്കില്ല എന്നുള്ളതിന്റെ കൂടെ വിലയിരുത്തിന്റെ അടിസ്ഥാനത്തിലാണ് രമ്യ ഹരിദാസിനെ തന്നെ അവിടെ സ്ഥാനാർത്ഥിയാക്കിയത്. നേതൃത്വം കാണുന്നത് ഇടതുപക്ഷത്തിന്റെ ഉറച്ച കോട്ടയാണ്. അവിടെ ഈ തരത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 40,000 ഭൂരിപക്ഷം, 39,400 ഭൂരിപക്ഷം നേടിയ ഇടത്തുനിന്ന് 12,000-ലേക്ക് ചുരുക്കിക്കെട്ടാനായത് വലിയ വിജയമായി തന്നെയാണ് അവർ കാണുന്നത്. ഈ നിലയിലുള്ള പ്രവർത്തനം അവിടെ തുടർന്നാൽ ഒരുപക്ഷെ വരും തിരഞ്ഞെടുപ്പുകളിൽ ചേലക്കര ഒപ്പം നിൽക്കുന്ന സാഹചര്യം ഉണ്ടാകുമെന്നും അവർ വിലയിരുത്തുന്നു. പ്രാദേശികമായി ഉയർന്നു വരുന്ന എതിർപ്പുകളെ ആ അർത്ഥത്തിൽ തള്ളിക്കളയാൻ തന്നെയാണ് നേതൃത്വത്തിന്റെ തീരുമാനം. അതിനെ മുഖവിലക്കെടുക്കാൻ അവർ ഉദ്ദേശിക്കുന്നില്ല. കാരണം മുതിർന്ന നേതാക്കളൊക്കെ തന്നെ, അത് കോൺഗ്രസിന്റെയും UDF-ന്റെയും ഒക്കെ മുതിർന്ന നേതാക്കൾ തന്നെ മണ്ഡലത്തിൽ തമ്പടിച്ചുകൊണ്ടാണ് പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയത്. അപ്പോൾ പ്രവർത്തനങ്ങളിലോ പ്രചരണത്തിലോ ഏതെങ്കിലും തരത്തിലുള്ള പാളിച്ചകൾ ഉണ്ടായിട്ടില്ല. സ്ഥാനാർത്ഥിയാണ് പ്രശ്നം എന്ന രീതിയിൽ ഉയർന്നു വരുന്ന വികാരവും അഭിപ്രായങ്ങളും അത് നേരത്തെ ഉണ്ടായിരുന്ന പ്രാദേശികമായി രമ്യയോടുണ്ടായിരുന്ന വിയോജിപ്പിന്റെ അടിസ്ഥാനത്തിലുള്ളതാണ്. അതിനപ്പുറത്തെ അതിന് കാമ്പും കാതലുമില്ല എന്നുള്ള രീതിയിൽ തന്നെ നേതൃത്വം അതിനെ സമീപിക്കുകയാണ്. ചേലക്കരയിലും പാലക്കാടും എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിച്ചതിന്റെ ഫലമുണ്ടായിട്ടുണ്ട്. അത് പാലക്കാടും വലിയ ഭൂരിപക്ഷം, പ്രത്യേകിച്ച് BJP-യുടെ കോട്ടകളിൽ പോലും ഇരച്ചു കയറിക്കൊണ്ട് ആ വോട്ടുകൾ പോലും പെട്ടിയിലാക്കാൻ തക്ക വിധത്തിലൊരു പ്രവർത്തനം അവിടെ സാധ്യമായി. ചേലക്കരയിൽ ഭൂരിപക്ഷം കുറച്ചു കൊണ്ടുവരാനായി ഇടതുപക്ഷത്തിന്റെ ഒരു കോട്ടയിൽ പെട്ടെന്ന് കയറി പിടിച്ചുകൊണ്ടുവരിക സാധ്യമല്ല. പക്ഷെ എന്നാലും ഇതിനേക്കാളൊരു വിജയം അവർ പ്രതീക്ഷിച്ചിരുന്നു, കണക്ക് കൂട്ടിയിരുന്നു. പക്ഷേ അത് സാധ്യമാകാതെ പോയത് നേതൃത്വത്തിന്റെയോ പ്രവർത്തനങ്ങളുടെയോ പ്രചരണത്തിന്റെയോ സ്ഥാനാർത്ഥിയുടെ പ്രശ്നം കൊണ്ടല്ല എന്നുള്ളതാണ് നേതൃത്വം വിലയിരുത്തുന്നത്. അഭിനന്ദ. ശരി, ജെയ്സൺ ശ്യാമവളപ്പിലും അല്ലമീൻ തോട്ടുമുക്കുമാണ് വിവരങ്ങൾ നൽകിയത്. ഏതായാലും പ്രാദേശിക നേതൃത്വത്തിന് രമ്യ ഹരിദാസിനെ സ്ഥാനാർത്ഥിയാക്കിയതിൽ അതൃപ്തിയുണ്ട് എന്ന് തന്നെയാണ് അവരുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലെ ചർച്ചകളിൽ നിന്ന് വ്യക്തമാക്കുന്നത്. എന്നാൽ അത് പാളിയിട്ടില്ല. ഈ വോട്ട് കുറയ്ക്കാനായത്, LDF-ന്റെ വോട്ട് കുറയ്ക്കാനായത് വിജയമാണ് എന്ന വിലയിരുത്തൽ തന്നെയാണ് നേതൃത്വമുള്ളത്. തുടർന്നും ആ രീതിയിൽ തന്നെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ, UDF നേതൃത്വത്തിന്റെ തീരുമാനമെന്ന് ജെയ്സൺ ശ്യാമവളപ്പിലും അല്ലമീനും റിപ്പോർട്ട് ചെയ്യുന്നു.